ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് എൻ്റെ നാട്ടിലാണ്, തിരൂരങ്ങാടിയിലാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷ്വൽസ് ഈ തിരൂരങ്ങാടിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. നമ്മൾ നിരീക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, നമ്മൾ കണ്ണ് തുറന്ന് കാണാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകളും അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളും നമ്മുടെ തൊട്ടടുത്തുനിന്ന് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മളൊക്കെ ചിന്തിപ്പിക്കാനും നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിലേക്കും കൊണ്ടുവരാൻ തിരൂരങ്ങാടി PSMO കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യാപകർ കബീർ അലി സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ നമ്മളെ വിദ്യാർത്ഥികൾ, PSMOയിലെ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പക്ഷി നിരീക്ഷണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിജീഷ് വള്ളിക്കുന്ന് അതിൻ്റെ കൂടെ ഉണ്ട്, അതുപോലെ തന്നെ കാഞ്ചന മാഡം, അതുപോലെ തന്നെ നബീൽ പരപ്പനങ്ങാടി, അങ്ങനെയുള്ളൊരു 3-4 ആളുകളും അതുപോലെ തന്നെ നമ്മൾ PSMOയിലെ വിദ്യാർത്ഥിനികളുമാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലെ എൻ്റെ തൊട്ടടുത്താണ്, PSMOൻ്റെ തൊട്ട് ഓപ്പോസിറ്റിൽ എൻ്റെ വീട്. സാറിൻ്റെ ഈ ഒരു അറ്റംപ്റ്റിനെ പറ്റിയുള്ള സാറിൻ്റെ എന്നാൽ ഫെബ്രുവരി 16-19 തീയതികളിലായിട്ട് ഇന്ത്യയിൽ ഒട്ടുക്ക് സർവേ നടക്കുന്നുണ്ട്. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട് എന്നുള്ള പേരിൽ സ്വന്തം വീടിൻ്റെ സറൗണ്ടിങ്സിൽ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വിദ്യാലയങ്ങൾ, അതുപോലെ മറ്റു സ്ഥാപനങ്ങൾ, അതിൻ്റെയൊക്കെ സറൗണ്ടിങ്സിലൊക്കെ ആയിട്ട് സർവേ നടക്കുന്നുണ്ട്. ഇത് ലോകത്തൊട്ടുക്ക് വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ സർവേ നടക്കുന്നുണ്ട് പക്ഷികളുടെ. ലോകത്തൊട്ടുക്കുള്ള മുഴുവൻ പക്ഷികളുടെ വൈവിധ്യത്തിനെ കുറിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഏത് ഭാഗത്തു നിന്നും ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ കണ്ടെത്തുന്ന പക്ഷികളെ മുഴുവൻ ബേർഡിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് പ്രദേശത്ത് ഏത് പക്ഷിയുണ്ട്, എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് ഇപ്പോൾ ഫെബ്രുവരി 16 മുതൽ 19 വരെയുള്ള 4 ദിവസങ്ങളിലായിട്ട് ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസ് ബേർഡ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ക്യാമ്പസിൻ്റെയും ഉള്ളിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഉള്ള പക്ഷികളെ നിരീക്ഷിക്കുക എന്നുള്ളതും നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങൾ, ഇപ്പോൾ ഇത് 3ാമത്തെ തവണയാണ് PSMO കോളേജിൽ ഈ ഒരു ക്യാമ്പസ് ബേർഡ് കൗണ്ട് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ ബേർഡ് കൗണ്ട് നടത്തിയ സമയത്ത് 57 സ്പീഷീസ് പക്ഷികളെ നമുക്ക് ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ക്യാമ്പസിൻ്റെ ചുറ്റും നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ സർവേ നടത്തിയ സമയത്ത് 53 സ്പീഷീസ് ബേർഡ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ തന്നെ പെരിഗ്രിൻ ഫാൽക്കൺ ലോകത്ത് തന്നെ ഏറ്റവും വേഗത കൂടിയ ജീവിയാണ് പെരിഗ്രിൻ ഫാൽക്കൺ എന്ന് പറയുന്നത്. ആ ഒരു പക്ഷിയെ നമുക്ക് PSMO ക്യാമ്പസിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വലിയ വാർത്തയായിരുന്നു. പെരിഗ്രിൻ ഫാൽക്കണെ PSMO ക്യാമ്പസിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വർഷം ഇവിടെ സർവേ നടത്തുന്നത്. ഇത് ഇന്ത്യയിൽ ഒട്ടുക്ക് എല്ലാ ക്യാമ്പസുകളിലും ഈ ഒരു പീരീഡിൽ 16-19 പീരീഡിലായിട്ട് സർവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ബേർഡ്സിനെ ബേർഡിലേക്ക് അപ്ലോഡ് ചെയ്ത 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സ്പീഷീസിൻ്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയാണ് 1ാമത്. അത്രയധികം സ്പീഷീസ് ബേർഡ്സിനെ കഴിഞ്ഞ വർഷം ഈ ഒരു ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ടിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് 3ാമത്തെ തവണയാണ് ക്യാമ്പസിൽ നടത്തുന്നത്. അപ്പോൾ അതിലിപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ വിജേഷ് വള്ളിക്കുന്ന്, അതുപോലെ തന്നെ കാഞ്ചന അനിൽ, നബീൽ പരപ്പനങ്ങാടി, അതുപോലെ തന്നെ നജീബ് പുളിക്കൽ, ഇവരൊക്കെ നമ്മളുടെ എക്സ്പേർട്ട് ബേർഡേഴ്സായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നമ്മളുടെ കോളേജിലെ കുട്ടികളുണ്ട്.